തങ്ങളുടെ കിതാബ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെയല്ല കിതാബിലുള്ളത്. ശ്രദ്ധിക്കണം എന്ന് അർത്ഥം വെച്ച് തെറ്റാണ്. അതിലുള്ളത് എന്താ? കദാലിക യുഹ്ദറു മിൻ മുതാലഅതി കിതാബി ഇബ്രാഹിമിൻ നിളാം. അതിങ്ങനെ എണ്ണി 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 അതിൻ്റെ കൂട്ടത്തിലാണ് വമിൻ മുതാലഅതി ഖസീദത്തി അബ്ദുൽ കരീമിൽ ജീലി. അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ ഖസീദ പാട്ട് മുതാല ചെയ്യുന്നതിനെ തൊട്ട് സൂക്ഷിക്കണം. മുതാല ചെയ്യുന്നതിനെ തൊട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നല്ല പേരോടെ. യുഹ്ദറു എന്ന് പറഞ്ഞാൽ എന്താ? തഹ്ദീർ. തഹ്ദീർ എന്ന് പറഞ്ഞാൽ തംബീഹുൽ മുഖാതബി അലാ അംറിൻ മദ്മൂമിൻ മക്റൂഹിൻ ലിയജ്തനിബഹു. ഫൈസൽ ഇപ്പൊ ഒന്ന് സുബൈക്ക് തന്നെ പാഞ്ഞു വന്നിട്ട് ഈ ഒരു കഷ്ണം ക്ലിപ്പും കൊണ്ടിട്ട് ആ കാട്ടുവളപ്പിൽ ഇതിറ്റങ്ങളെ മൊയന്താക്കാണ്. ഇറ്റങ്ങൾ ഇങ്ങനെ മൊയന്താവും ചെയ്യാ. എന്താ ഈ ചങ്ങായി വീണ്ടും ഇറ്റങ്ങളെ പറ്റിച്ച്? എന്താണ് അവിടെ പറഞ്ഞത്? ഇവൻ തന്നെ വായിക്കുണ്ടല്ലോ, വകദാലിക യുഹ്ദറു. യുഹ്ദറു എന്ന് പറഞ്ഞാല് യുഹ്ദറുവിന്റെ മാനല്ലേ പറയേണ്ടത്? തഹ്ദീറിന്റെ മാനയാണോ പറയേണ്ടത്? മൽ ഫർഖു ബൈന തഹ്ദീരി വൽ ഹദിരി. ഹദിറും തഹ്ദീറും വ്യത്യാസമുണ്ട് പൊട്ടന്മാരെ. തഹ്ദീർ എന്നുള്ളത് ഹദറന്റെ മസ്തറാണ് തഹ്ദീർ. അതേ സമയത്ത് യുഹ്ദറു എന്നുള്ളത് എന്താ സാധനം? ഹദിറന്റെ മുലാരി മജ്ഹൂലാണ് യുഹ്ദറു എന്നുള്ളത്. എന്താ ഹദിർ എന്ന് പറഞ്ഞാൽ? എന്താ തഹ്ദീർ എന്ന് പറഞ്ഞാൽ? രണ്ടും രണ്ടർത്ഥ പൊട്ടന്മാരെ. ഇൻഷാ അല്ലാഹ് അതൊക്കെ പഠിപ്പിച്ചേരട്ടോ. അതൊക്കെ മീസാൻ ഓതിയിട്ട് പഠിപ്പിച്ചേരങ്ങളെ. തഹ്ദീറും ഹദറും എന്താ തിരിയില്ല. രണ്ടും വ്യത്യാസമുണ്ട്. മൽ ഫർഖു ബൈന തഹ്ദീരി വൽ ഹദർ. നോക്കിക്കോളി, നോക്കിക്കോളി, ഇൻഷാ അല്ലാഹ് വരും. അതിന്റെ വിശദമായിട്ട് മീസാൻ പഠിപ്പിച്ചേരട്ടോ. പൊട്ടന്മാർ കൊണ്ട് പാഞ്ഞു വന്നതാ അത്. അല്ല വയസ്സിലപ്പോ കിതാബ് വെക്ക് ചാടിയോ? എന്താ യുഹ്ദറു എന്ന് പറഞ്ഞാല് അർത്ഥം വെക്ക്. എന്താ യുഹ്ദറു എന്ന് പറഞ്ഞാൽ? തഹ്ദീർ പറഞ്ഞാലും യുഹ്ദറു പറഞ്ഞാലും ഒരേ അർത്ഥം. തഹ്ദീർ യുഹ്ദറു എന്നാ ചങ്ങായിയെ പറയാ. തഹ്ദീർ ആണെങ്കിൽ ഹദറാണ്. ഹദറാകുമ്പോ യുഹ്ദറു. എന്താ ഹദറിന്റെയും തഹ്ദീറിന്റെയും മാന? അർത്ഥം വെക്ക്. കിതാബ് പറഞ്ഞില്ല, കസീദ ഏതാ പറഞ്ഞേ? ഇത് ചെറിയ കുട്ടികൾ തോണ്ടി കളിച്ചാൽ അതിൽ കളിച്ചല്ല കയ്യേ. ഓ എന്നെ തോണ്ടിമ്മ, ഓ എന്നെ കാട്ടിമ്മ. ഈ പറഞ്ഞത് കസീദ എന്നാ പറഞ്ഞേ, കിതാബ് എന്നാ പറഞ്ഞേ. പോച്ച കൈയോടുന്നേ. ഇവിടെ എന്റെ കാട്ടുവളപ്പിൽ നിങ്ങളെ പറ്റിച്ചിരിക്കുന്നു. ഹദറിന്റെ മാന പറയേണ്ട സ്ഥാനത്ത് തഹ്ദീറിന്റെ മാന പറഞ്ഞ് നിങ്ങളെ പൊട്ടനാക്കി. എന്താ ഹദറിന്റെ മാന? എന്താ തഹ്ദീറിന്റെ മാന? അർത്ഥം വെക്കടോ. വകദാലിക യുഹ്ദറു പറഞ്ഞ എന്താ അർത്ഥം? ഹസൻ ഉസ്താദ് പറഞ്ഞ എന്താ? എന്തിനാണ് ആ വിഷയം കൊണ്ടുവന്നത്? അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ ഖസീദ, ഒരു പ്രത്യേക ഖസീദ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഇബാറത്ത് എടുത്തിട്ട് അബ്ദുൽ കരീമുൽ ജീലി തങ്ങളുടെ കിതാബ് നോക്കാൻ പാടില്ല, കിതാബ് എന്നാക്കി. പക്ഷെ നോക്കാൻ പാടില്ല എന്നല്ല അവൻ പറഞ്ഞത്, ശ്രദ്ധിക്കണമെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ കിതാബിലുള്ള എന്താണ്? നോക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞത് ഖസീദ എന്ന് വായിച്ചിട്ട് കിതാബ് എന്ന് പറഞ്ഞു മൊത്തത്തില്. അപ്പൊ അത് തെറ്റാണ്. പിന്നെ പേരോടും ശ്രദ്ധിക്കണം എന്ന് അർത്ഥം വെച്ചെങ്കിലും ഉസ്താദ് അത് നേരാക്കി വെച്ചുകൊടുത്ത് എന്ത്? നോക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ഒന്നായിട്ട് വെല്ലുവിളി എന്താ? നോക്കാൻ പാടില്ല എന്ന് പേരോടും പറഞ്ഞോന്ന്. ആ ക്ലിപ്പ് കാണിക്കാം. കോട്ടന്മാരെ, നോക്കാൻ പാടില്ല എന്നെ കിതാബിലുള്ളത് പേരോടം തെറ്റിയതാണ്, ശ്രദ്ധിക്കണം എന്ന്. അപ്പൊ അതുകൂടി പിടിക്കപ്പെട്ടു. അതോടുകൂടി മൈജീദ് വലിയ ബോംബാക്കി കൊണ്ടുവന്നത് പേരോടിനെ രണ്ടാമതും നാറ്റിച്ചു. അർത്ഥം വെക്കുന്നാല് എവിടെ നോക്കാൻ പാടില്ല എന്നുള്ള അർത്ഥം എവിടുന്ന കിട്ടിയ എനിക്ക്? ഈ യുഹ്ദറു എന്നുള്ളതിന്റെ അർത്ഥം എന്താ? വെക്കർത്ഥം പൈസ അർത്ഥം വെക്ക്. ആൺകുട്ടിയാണെങ്കിൽ വെക്കടോ. തഹ്ദീർ കൊണ്ടെന്നാണ്ട് യുഹ്ദറുവിന് അടക്കാൻ പറ്റില്ല. വെക്കർത്ഥം. യുഹ്ദറു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൈസലിന് എഴുതി വിടണ്ട. എല്ലാവർക്കും തിരിഞ്ഞു. അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യണ ഇതിൽ രണ്ട് പൊട്ടന്മാർക്ക് മാത്രം അതുപോലെ അങ്ങനെ തന്നെ പറയുള്ളൂ. എനിക്ക് ഓരുണ്ടാവും എന്നും. ഓട് ചങ്ങായി മണ്ടത്തരം വളമിയാണ് വലിയ ബോത്താമ്പിയായിട്ട് വന്നേ. അത് പോട്ടെ, അന്ധമായി അംഗീകരിക്കണം. ഒക്കെ പോട്ടെ, അത് പോട്ടെ. ഇതിന്റെ അർത്ഥം വെക്ക്. വകദാലിക യുഹ്ദറു. യുഹ്ദറു എന്ന് വായിച്ചിട്ട് തഹ്ദീറിന്റെ അർത്ഥം വെക്കാൻ പറ്റൂല? ആ പറയ്. തഹ്ദീർ വേറെ, ഹദർ വേറെ. ഇത് രണ്ടിന്റെ അർത്ഥം എന്ന് പറഞ്ഞാ മേബക്ക് അന്നെ പൊട്ടനാക്കി ചങ്ങായി കാട്ടുവളപ്പില്. അല്ലെങ്കിൽ എപ്പോഴോ കിതാബ് ശരിക്കും പറയല്
നിങ്ങളെ അണ്ടങ്ങമ്മേലാക്കി പൊട്ടനാക്കി ഇങ്ങനെ ഗീർവാൻ അടിച്ചാന്നല്ലാതെ ഇതൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ ആ ചട്ടി മാത്രം കുടിക്കും കൈക്കോട്ടും വിക്കാസ് കൊടുത്താണ്ട് കുഞ്ചുത്തി പന്തലൊക്കെ ഇട്ട് ആകെ ക്ഷീണിച്ച് ഒരു ഭാഗത്ത് തുറന്ന് ഇങ്ങനെ ഉറങ്ങിക്കാറാ. അപ്പൊ ഇവിടെ ഗീർവാൻ അടിച്ചാലേ ഉറക്കത്ത് നെട്ടുന്നോ വെക്ക് പറഞ്ഞാൽ ഇതൊക്കെ ഇത് അർത്ഥം വെക്കിച്ച് മേമ്പാ വോയിസിൽ വാ അർത്ഥം വെക്ക്. എനിക്ക് എന്റെ ചേട്ടക്കൊല്ലി കേൾക്കാനൊന്നും ഒഴിവില്ല മജീദേ. ഇത് ഏറ്റവും വലിയൊരു എന്റെ ആൾക്കാരെ രക്ഷിക്കാൻ ഏറ്റവും വലിയൊരു മണ്ടത്തരം ഇവിടെ എഴുന്നള്ളിച്ച് ഒരു വാക്ക് പിടിച്ചാണ്ട് ഒരു 2-3 സെക്കൻഡിന്റെ ക്ലിപ്പ് ഉണ്ടാക്കിയാണ്ട് അത് കൊളായില്ലേ, അത് മതി. ബാക്കിയൊക്കെ ആ ക്ലിപ്പ് ഒന്ന് കേൾക്കുമ്പോൾ തിരിച്ച് ന്യായീകരിച്ച് വരകണ്ട കേട്ടോ. മണക്കിന് ഗ്രൂപ്പ് പോകുന്നു. അത് പറ്റില്ല, അത് പറഞ്ഞാൽ പറ്റില്ല. അജ് സുബൈയും കൂടി നിസ്കരിച്ചാതെ പാഞ്ഞു വന്നതായി ക്ലിപ്പും കൊണ്ട്. അപ്പൊ കൃത്യത ഒരുത്തൽ എന്റെ കടമയാണ്. ഞാൻ പറയും എന്താ യുഹദറു എന്ന് പറഞ്ഞാല് മൽ ഫർഖു ബൈന തഹദീരി വൽ ഹദിരി. ഫൈസൽ ഇവിടെ വിഷയൊന്നും തഹരീറാക്കേണ്ട ഒരു ആവശ്യമില്ല, എല്ലാവർക്കും തിരിഞ്ഞിക്കണേ. ഇവിടെ ഇപ്പൊ കാര്യമായിട്ട് കൊണ്ടുവന്ന എന്താണ് തഹദീർ എന്ന് പറഞ്ഞാണ്ട് തംബീഹുൽ മുഖാത്തബൊക്കെ വായിച്ചല്ലോ. എന്തിനാണ് ഇവിടെ തഹദീർ കൊണ്ടുവന്നെന്നാ ഞാൻ ചോദിക്കണേ. ഇവിടെ യുഹദറു എന്നല്ലേ ഉള്ളത്. കാട്ടുവളത്തിൽ നിന്ന് വായിച്ചെന്താ കദാലിക യുഹദറു എന്നുള്ളത് വായിച്ചിട്ട് എന്തിനാ തഹദീറിന്റെ മാന പറഞ്ഞത് എന്നാ ചോദിക്കണേ. മൽ ഫർഖു ബൈനൽ ഹദിരി വ തഹദീർ പറയും മാന അതാ പറഞ്ഞേ. എന്റെ അർത്ഥം വെക്ക്. അല്ല പൈസല അർത്ഥം വെക്ക് പൈസല. എത്താണ് അജ്ജ നാണക്കേട്. മെച്ചായിക്കന്മാരെ കജ്ജ് പിടിച്ച് എനിക്ക് അതിന്റെ അർത്ഥം വെക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞ മോശം, വളരെ മോശം. പണ്ട് മറ്റേ അണ്ടോളസ്താദിന്റെ ഒരു 4 മിനിറ്റുള്ള ഹല്ല് ചെയ്യാറുണ്ട്. 5-6 കൊല്ലായിട്ടോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാണെന്ന്. അത് അർത്ഥം വെക്കടാ. പണ്ട് അൾജീരിയന്ന് കിതാബ് വരാണ്ടെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഇതിനും കിതാബ് അൾജീരിയന്ന് വരാണ്ടോ. മൽ ഫർഖു ബൈനൽ ഹദിരി വ തഹദീർ. എത്ത പൈസ ഇത് അർത്ഥം വെക്ക്. എത്ത് നിങ്ങൾ കൊണ്ടുവന്ന് എന്താ ഇവിടുത്തെ വിഷയം? നോക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അർത്ഥം, അല്ലാതെ നോക്കുമ്പോ ശ്രദ്ധിക്കണം എന്നല്ല എന്ന് പറഞ്ഞാണ്ട് അതിനാണ് കിതാബ് വെച്ച് കദാലിക യുഹദറു എന്നിട്ട് തഹദീറിന്റെ അർത്ഥം വെച്ചു. ഇവിടെ തഹദീറാണോ ഹദറാണോ ഉള്ളത്? എന്താ ഹദറിന്റെയും തഹദീറിന്റെ ഇടയിലുള്ള വ്യത്യാസം അതാ ചോദിക്കണേ. കദാലിക യുഹദറു എന്ന് പറഞ്ഞാൽ വെടിയണം, ഒഴിവാക്കണം, നോക്കാൻ പാടില്ല എന്നാണോ വെക്കർത്ഥം? എന്തിന്റെ അർത്ഥം വെക്കാത്ത? മൽ ഫർഖു ബൈനൽ ഹദിരി വ തഹദീർ. എല്ലാരും ചോദിച്ചോളൂ, ഒറ്റരോട് ചോദിക്കി മൽ ഫർഖു ബൈനൽ ഹദിരി വ തഹദീർ. ഹവന ഇലാഹാക്കി. ഹവാന്ന് പറഞ്ഞാൽ അവനവന്റെ ഇഷ്ടം, ഇച്ഛ, അവനവന് തോന്നുന്നത് പറയാം. ശരീഅത്ത് പൂർത്തിയായ ആളുകൾ അല്ലാഹുവിലേക്ക് അടുക്കാൻ മഹാന്മാര് നടന്ന വഴി ത്വരീഖത്ത്. ആ ത്വരീഖത്തിന്റെ പേരിൽ വ്യാജം വരുമ്പോൾ അത് കള്ളത്വരീഖത്താണ്. ചില ആളുകൾ പറഞ്ഞു ഇവിടെ കഴിഞ്ഞ ത്വരീഖത്ത് സമ്മേളനത്തിൽ ശരീഅത്ത് പൂർത്തിയായിട്ടാണ് ത്വരീഖത്തിലേക്ക്. എന്താണ് ഈ പറയണെന്ന് ചോദിച്ചാൽ ഒരു പുടുത്തും പേർക്കാർക്കും. ഇത് പുതിയ ഓരോ ഉസൂലുകൾ ഉണ്ടാക്കാണ് മുജാഹിദിന്റെ തൗഹീദിന്റെ മാതിരി. അവനവന് തോന്നുന്നത് പറയാം. മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്താണ്? അത് ഇസ്തിഖാമത്താണ്. ദുആ ചെയ്തു, മഴ പെയ്തു, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ തീപിടുത്തം, അതൊരു വാക്കുകൊണ്ട് അവർ അമർത്തി. ഇതൊക്കെ കറാമത്തുകളാണെങ്കിലും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്തുകളൊക്കെ പറയുമ്പോ കറാമത്തിനെ കൊച്ചാക്കുകയും തങ്ങൾക്കാണെങ്കിൽ കറാമത്തൊന്നും ഉണ്ടാകണമില്ല. ഇങ്ങനെ വരുന്ന ചില ആൾക്കാര് പുതുതായി ചില അധ്യായം കൊണ്ടുവരും. ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഖാമത്താണ്. അവനവന് തോന്നുന്നത് പറയാം. ഞങ്ങൾ വിശന്നാൽ ഭക്ഷണം കഴിക്കുന്നു. നിങ്ങളെ വിശ്വാസം പഠിച്ചോ? ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല. വിശപ്പ് മാറ്റുന്നവൻ അല്ലാഹുവാണ്. ഭക്ഷണം കാരണമാണ്. പഠിച്ചു വെച്ചോ മൗലവിമാരെ തൗഹീദ്. ഞങ്ങളെ രോഗമായാൽ ഡോക്ടറെ സമീപിക്കുന്നു. ഞങ്ങളെ വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല. രോഗം മാറ്റുന്നവൻ അല്ലാഹുവാ. ഡോക്ടറും മരുന്നും കാരണമാണ്. ഇത് ഞങ്ങളെ അചഞ്ചലമായ തൗഹീദിന്റെ വിശ്വാസമാ. ശൈഖ് ജീലാനിയോട് ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോ ശൈഖ് ജീലാനി രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അല്ലാഹ് തേടാൻ പറഞ്ഞതുകൊണ്ട് തേടിയതാ. ശൈഖ് ജീലാനി കാരണമാണ്. രോഗം മാറ്റിയത് അല്ലാഹുവാണ്. യുദ്ധത്തിൽ കണ്ണ് നഷ്ടപ്പെട്ട സ്വഹാബിക്കറിയാ കാഴ്ച തരുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ഓടിപ്പോയിട്ട് നബിയെ കണ്ണ് നഷ്ടപ്പെട്ടു പോയി, കണ്ണങ്ങ് കയ്യിൽ കൊടുത്തപ്പോ
ആ കണ്ണിങ് പിടിച്ച് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു തടവൽ അല്ലാഹുവിന്റെ റസൂല് നിർവഹിച്ചപ്പോ കണ്ണ് തിരിച്ചു കിട്ടിയില്ലേ? തിരിച്ചു കൊടുത്തത് അല്ലാഹുവാണ്. റസൂലുള്ളാഹിന്റെ കയ്യിന്റെ സ്പർശനമാതിന്റെ കാരണം. പഠിച്ചു വെച്ചോ. ഡോക്ടറും മരുന്നും പോലെയാണോ അള്ളാന്റെ ഔലിയാക്കളും അമ്പിയാക്കളും? ഉദാഹരണം പോലും പറയാൻ പറ്റുമോ അതിനെ? ഡോക്ടർ അത് ഔഷധം അല്ലെങ്കിൽ ആ മരുന്ന്, അതിനല്ല ഒരു മക്കാമും കൊടുത്തിട്ടില്ല, ഒരു കുതിരത്തും കൊടുത്തിട്ടില്ല. പ്രത്യേകമായ എന്ത് കുതിരത്താ അതിനുള്ളത്? അവനവന് തോന്നുന്നത് പറയാം. ഇതിങ്ങനെ പറയുന്നുണ്ടോ കള്ളത്തൊരീക്കത്ത് കള്ളത്തൊരീക്കത്ത് എന്നിങ്ങനെ നാഴികക്ക് 40 വട്ടം പറയുന്നുണ്ടെങ്കിൽ ആളൊരു വ്യാജ ശരീഅത്തിന്റെ മൊയ്ലേരായിരിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. നോക്കൂ നിങ്ങൾ, മഹാന്മാർ അവർ സഞ്ചരിച്ച റൂട്ടായ ത്വരീഖത്തിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 90% പഴച്ചതും അല്ലെങ്കിൽ ആളുകളെ പഴപ്പിക്കുന്നതുമാണ്. ഇത് വളരെ വ്യക്തമായ ഒരു സത്യമാണ്. 90% പഴച്ചതും അല്ലെങ്കിൽ ആളുകളെ പഴപ്പിക്കുന്നതുമാണ്. ആളൊരു വ്യാജ ശരീഅത്തിന്റെ മൊയ്ലേരായിരിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അജ്മഈൻ അമ്മാ ബഅദ്. ഇത് ചൂടായിട്ട് നമുക്കൊക്കെ വട അങ്ങോട്ട് പോവാണ്.